കോഴിക്കോട് കൂടരഞ്ഞയിൽ കാട്ടുപൂച്ച ആക്രമണം. മാക്കുന്നുമൽ മുഹമ്മദിന്റെ 50ഓളം കോഴികളെ കാട്ടുപൂച്ച കൊന്നു. CCTVയിൽ കാട്ടുപൂച്ചയുടെ ദൃശ്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. കാട്ടുപൂച്ച എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് വനംവകുപ്പും. ദൃശ്യങ്ങളിലേക്ക് പോകാം. കോഴിക്കോട് നിന്ന് രമ്യാദാസ് ചേരുന്നു. രമ്യ, ഒരുപക്ഷെ ഈ CCTV ദൃശ്യങ്ങളൊക്കെ കാണുമ്പോഴായിരിക്കും പലരും കാട്ടുപൂച്ചയെ തന്നെ നേരിട്ട് കാണുന്നത്. കാട്ടുപൂച്ചയുടെ ഭാഗത്തുനിന്ന് വലിയ ആക്രമണമാണ് ഉണ്ടായിരിക്കുന്നത്. ഒന്നിലധികം പൂച്ചകൾ ഉണ്ടായിരുന്നോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? ലക്ഷ്മി, ഇപ്പോൾ ഒരു പൂച്ചയുടെ CCTV ദൃശ്യമാണ് ഇത്തരത്തിൽ പതിഞ്ഞിട്ടുള്ളത്. അതായത് കോഴിക്കോട് കൂടരഞ്ഞിയിലാണ് ഇത്തരത്തിലൊരു കാട്ടുപൂച്ച ആക്രമണം ഉണ്ടായിട്ടുള്ളത്. 50ഓളം കോഴികളെയാണ് ഈ കാട്ടുപൂച്ച കൊന്നിട്ടുള്ളത്. ഈ കൂടരഞ്ഞി മാക്കുന്നുമൽ മുഹമ്മദിന്റെ കോഴികളെയാണ്, അതായത് 50ഓളം കോഴികളെ ഈ കാട്ടുപൂച്ച കൊന്നിട്ടുണ്ട്. ഈ മേഖലയിൽ കുറെ ദിവസങ്ങളായി ഇത്തരത്തിൽ ആക്രമണങ്ങൾ പതിവാണ്. ഈ കോഴികളെ പിടിച്ചു കൊണ്ടുപോലും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. സ്വാഭാവികമായും വനത്തോട് ചേർന്ന് നിൽക്കുന്ന മേഖലയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മറ്റൊരു തരത്തിൽ എന്താണ് ഇത്തരത്തിൽ ഈ കാട്ടുപൂച്ചകളെ കോഴികളെ ആക്രമിക്കുന്നതെന്ന് ഈ വീട്ടുകാർക്ക് മനസ്സിലായിരുന്നില്ല. പ്രദേശവാസികളും ആശങ്കയിലായിരുന്നു. ഇത്തരത്തിലാണ് കഴിഞ്ഞ ദിവസം ഈ മുഹമ്മദിന്റെ 50ഓളം വരുന്ന കാട്ടുപൂച്ച, അതായത് കൂട് തകർത്താണ് ഈ കാട്ടുപൂച്ചകളെ പലതിനെയും ഭക്ഷിച്ചിട്ടുണ്ട്, കൊന്നിട്ടിട്ടുണ്ട്, ഇത്തരത്തിൽ കാണാനിടയായത്. തുടർന്നാണ് ഇവർ അന്വേഷണം നടത്തിയപ്പോൾ CCTVയിലും പരിശോധന നടത്തിയിരുന്നു. അങ്ങനെയാണ് ഈ CCTV വഴി ഇത് കാട്ടുപൂച്ചയാണെന്നൊരു സ്ഥിരീകരണം വരുന്നത്. ഇത് വനംവകുപ്പും സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്ത് തന്നെയായാലും ഇപ്പോൾ ഈ ആശങ്ക കുറച്ച് മാറിയിട്ടുണ്ട്. കാരണം കാട്ടുപൂച്ചയാണ് ഇത്തരത്തിലുള്ള ആക്രമണം നടത്തിയതെന്നും ഇവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു. ലക്ഷ്മി, കോഴിക്കോട് നിന്ന് രമ്യാദാസാണ് വിവരങ്ങൾ നൽകിയത്.